അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ 36,000 പേര് പറഞ്ഞ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഫോളോവേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം. മാക്സിമം കാണുന്നത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന നമ്മളിന്ന് വീഡിയോ ചെയ്ത് നമ്മുടെ ഗാരേജിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള പ്ലെയിൻ പുറത്തേക്ക് എടുക്കാം. പോയി എടുത്തിട്ടൊരു അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ആ ചാനലായിരുന്നു. ഇനി നമ്മൾ അതൊക്കെ വീണ്ടും ഒന്നേന്ന് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻസിൻ്റെ എന്താ പറയുക ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഒന്നേന്ന് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്ലെയിൻ. ഇത് നമ്മുടെ ബ്ലാക്ക് ബേർഡ് ATR കേട്ടോ. ഇതിൻ്റെ ഫ്ലൈയിങ് വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഏറ്റവും അവസാനം പണിത് ഈ അടുത്ത് പണിതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈയിങ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഫ്ലൈയിങ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലൈയിങ്ങും ഇതിൽ ഏകദേശം ഞാൻ ഒരു ഡീറ്റെയിലിംഗ് പറയാം. ഇതിൽ അത്യാവശ്യം ഏകദേശം 3000ഓളം വില വരുന്ന ഒരു മോട്ടറാണ് വെച്ചത്. പേര് ഞാൻ മറന്നുപോയി, ഈ മോട്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം ഒരു 1.5 കിലോ ട്രസ്റ്റ് വരുന്നുണ്ട് ഈ മോട്ടറിന്. അപ്പോൾ ഫ്രെയിം വരുന്നത് 1,200 താഴേക്കാണ് ഫ്രെയിം വരുന്നത്. 1 കിലോന് താഴേക്കാണ് ബാറ്ററി അടക്കം ഈ മൊത്തത്തിലുള്ള ഫ്രെയിം വെയിറ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ടും 1/2 കിലോ പവർ കൂടുതലാണ് ഈ മോട്ടറിന്. ഇത് പിന്നെ 3D സ്റ്റണ്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോബാറ്റിക് അടിക്കാൻ പറ്റിയ വിങ്ങാണ് കേട്ടോ. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ ലെവല് വിങ്സിൽ കാറ്റ് പിടിക്കുന്നതാണ് കേട്ടോ. അതായത് സിമെട്രിക്കല്, അതായത് മോൾ ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ടില്ല, അടിഭാഗം ഇങ്ങനെ അങ്ങനെ. പിന്നെ അത്യാവശ്യം സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ എലറോണ്ട് സർഫസ് ഉണ്ട്, എലറോണ്ട് വീതി അതൊക്കെ വലുതാണ്. എലിവേറ്റർ ഉണ്ട്, എലിവേറ്ററൊക്കെ ഭയങ്കര വലുതാണ്. റഡറൊക്കെ ഭയങ്കര വലുതാണ്. നന്നായിട്ട് ഓടിച്ച് നമ്മുടെ RC പ്ലെയിൻ നന്നായിട്ട് ഓടിച്ച് വഴങ്ങിയുണ്ടെങ്കിൽ മാത്രമേ ഈ വക മോഡൽസൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും അപ്പോൾ അത്രയ്ക്കും റിസ്ക് ഉള്ള ഒരു ഫ്ലൈയിങ് കിട്ടുന്നതാണ് ഈ പ്ലെയിൻ. പിന്നെ നമുക്ക് ഇത് ബോൾട്ട് ഇത് പിടിക്കട്ടെ. നമ്മളിത് ഇതൊക്കെ അത്യാവശ്യം ഇത്ര കൊല്ലം കൂടെ ആയി കേട്ടോ. 2 കൊല്ലം കൂടെ ആയി തോന്നുന്നു എൻ്റെ അറിവില്. അത് 3 കൊല്ലം അതിൻ്റെ ഇത് 3 കൊല്ലം അതിൻ്റെ. അപ്പൊ ഇത് ചെമ്മണ്ണൂരിന്റെ ഒരു ഡിസൈനിൽ അന്ന് പണിത് വൈറലായ ഒരു പ്ലെയിൻ ആണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും അതിൻ്റെയും മഞ്ഞയുടെയും നമ്മുടെ ബ്ലാക്ക് ബേർഡിന്റെയും ഗോൾഡിന്റെയും അതിൻ്റെ ഒക്കെ ഫ്ലൈയിങ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരും കേട്ടോ. പിന്നെ നമ്മൾ പ്ലെയിൻ മാത്രമല്ല ചെയ്യണത്. ഇവിടേക്ക് വേടൻ്റെ എടുത്തോണ്ടാ ഇന്ന് പോയി ഞാൻ കാർ എടുത്തോണ്ട് വെച്ചത്. അപ്പോൾ ഇത് നമ്മുടെ വേടൻ്റെ തീമിൽ റാപ്പൊക്കെ പാടുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വേടനോടൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ വേടൻ്റെ ഒരു ഏകദേശം ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ATR അതും റൗണ്ട് ഷേപ്പിലാണ്. കറക്റ്റ് ഒറിജിനൽ ഒരു പ്ലെയിങ് കാണുന്ന പോലത്തെ റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് അടിപൊളി ഫ്ലൈയിങ്, അതൊക്കെ ഞാൻ ഫ്ലൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ചെയ്താ എൻ്റെ വേടൻ്റെ എഴുതിയതും വേടൻ്റെ മറ്റേ ഒരു കണ്ടോ ഡിസൈൻ അങ്ങനെ മൊത്തത്തിൽ. പിന്നെ എൻ്റെ കോക്പിറ്റൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് എല്ലാം സെറ്റാണ്. നല്ല ഫ്ലൈയിങ് കണ്ടീഷനാണ് കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളിതിൽ നമ്മൾ പ്ലെയിൻ മാത്രമല്ല, പിന്നെ നമ്മുടെ RC കാറുണ്ട്. ഇത് ഉണ്ടാക്കണമെന്നില്ല, ഇത് മേടിക്കാൻ കിട്ടുമല്ലോ. ഏകദേശം ഈ കാർ കുറേ പേര് ഉണ്ടാക്കി തരണം. ഇത് ഉണ്ടാക്കുന്നല്ല മേടിച്ചാണ്. അപ്പോൾ ഇത് 29cc പെട്രോൾ എഞ്ചിൻ്റെ കാറാണ് കേട്ടോ. ബാഹയാണ്, പേര് ബാഹ എന്നാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നിലത്ത് കിട്ടും, ഭയങ്കര വെയിറ്റ്. നമ്മുടെ കയ്യിലിപ്പോൾ കാറുണ്ട് കേട്ടോ. ഇത് പെട്രോൾ എഞ്ചിൻ്റെ കാറാണ്, 29cc വരുന്ന കാറാണ്. പിന്നെ ഇത് ഓടിക്കാനൊക്കെ നല്ല രസം, നല്ല വൈബ്. RX 100 ഒക്കെ ഓടിക്കണം, RX 130 100 ഒക്കെ ഓടിക്കുന്ന സൗണ്ട് ഫീലൊക്കെ സെറ്റാണ്. 2 സ്റ്റോക്കാണ് കേട്ടോ, ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഡയലോഗ് ശരിയായില്ല, അതവിടെ കേട്ടോ. ഇത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളുണ്ട്. കാരണം ഇത് സ്റ്റാർട്ട് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാർബേറ്ററിൽ എന്തെങ്കിലും പൊടി കയറി ഞാനെങ്ങാണ്ടിക്ക് കുറച്ചേരം ഞാൻ പറയട്ടെ. അപ്പോൾ കാർബേറ്ററിൽ എന്തെങ്കിലും പൊടി കയറി അല്ലെങ്കിൽ ബാറ്ററി ലോ ആവേ അങ്ങനെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മോഡലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തുതരാം. പിന്നെ ഈ കാറിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഈ കാർ ഇപ്പോൾ ഒരു 3-4 എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചുമ്മാ മേടിച്ചു. മേടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാർ മേടിക്കാൻ ഞാൻ ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ് ഫുള്ളാക്കാൻ സമ്മതിക്കില്ല. ഇതും സ്റ്റണ്ട്, ഇത് നമ്മുടെ പരീക്ഷണം ഉണ്ടോ. ഇതിന് ഒരു പച്ച ഉണ്ടല്ലോ നമ്മുടെ ഇത് നമ്മുടെ 2ാമത്തെ പരീക്ഷണമാണ്. ഫ്യൂസ്ലേജ് ഒക്കെ ഒരേ സെയിം ആയിരിക്കും, പക്ഷെ വിങ്ങില് ഡിസൈൻ വ്യത്യാസം ഉണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷണം. ഇതിൻ്റെ സാധാ എയർഫോയിലാണ് കേട്ടോ. ഇത് സാധാ നോർമൽ ഫ്ലൈയിങ് ആണ്.
സ്റ്റണ്ട് കാര്യങ്ങളൊന്നും അങ്ങനെ അടിക്കാൻ പറ്റില്ല. പക്ഷേ ഫ്യൂസിലേജ് ഇതൊന്നും സെയിം ആണ്, കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്യൂസിലേജായിട്ടും ഒരു 10-300 ഗ്രാം ത്രസ്റ്റുള്ള മോട്ടർ വെച്ചാണ് ഇതിൽ. പിന്നെ സിമ്മട്രിക്കൽ എയർഫോയിൽ ആയതുകൊണ്ട് കുറേ സ്റ്റണ്ട് അടിക്കാൻ പറ്റും. കാണുമ്പോൾ ഒരു ലുക്കില്ലാന്നുള്ളൂ, വിങ് ഡിസൈൻ ഒന്നുമില്ല, വേറെ സ്ക്വയർ. അങ്ങനെ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണുണ്ട്. FPV ഡ്രോൺ നമ്മൾ മേക്ക് ചെയ്യാറുണ്ട്. പിന്നെ FPV ഡ്രോണും കയ്യിലുണ്ട്, പിന്നെ ബോട്ടും കയ്യിലുണ്ട്. എല്ലാ RCയുടെ ഒരു ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്താ പറയുക, നമ്മൾ മറ്റേ ചാനല് അത്യാവശ്യം പോയിട്ടും അത് രക്ഷപ്പെട്ടില്ല, ആ ചാനൽ രക്ഷപ്പെട്ടില്ല. പിന്നെ ഫോളോവേഴ്സ് ഇഷ്ടംപോലെ വന്നു. നമുക്ക് അടിയിൽ ഇങ്ങനെ വേറെ ഒരു കാർ കൂടി ഉണ്ട്, അപ്പൊ അതിന്റെ കാർബേറ്ററിന്റെ പണി കൂടി ഉണ്ട്. ഇനിയിപ്പോ അത് പോയി ചെയ്യണം. നാളത്തെ കഴിഞ്ഞ് മറ്റൊന്ന് നമ്മള് മലപ്പുറത്ത് പോയിട്ട് ഫ്ലൈ ചെയ്യാനാണ്. അപ്പോൾ അതിന്റെ കാർബേറ്റർ നന്നാക്കാൻ പോകണട്ടാ. പിന്നെ നിങ്ങൾ ഈ പ്ലെയിനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിൻ്റെ ഫ്ലൈയിങ് വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കിട്ടാം ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പച്ചയോ മഞ്ഞ അങ്ങനെ കളർ ഏതെങ്കിലും ഒരു കളർ, ഇവിടെ പിങ്ക് ഉണ്ട്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, കറുപ്പുണ്ട്, ഗോൾഡ് ഉണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഇടയിൽ അങ്ങനെ കളറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റാത്ത കളറാണ് നിങ്ങൾ പറയണതെന്ന് വെച്ചാൽ ആ കളർ നമ്മൾ വിമാനം ഇടയ്ക്ക് പറത്തിരിക്കും ഇല്ലേ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പെയിൻ്റ് അടിച്ച് ഇവിടെ നിന്ന് ചെറുക്കിട്ട് അങ്ങോട്ട് തട്ടിടും. അപ്പോൾ എൻ്റെ ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഇവളാണ് കേട്ടോ വൃത്തിയാക്കി തരാം. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ബിഗിനേഴ്സിന്, അതായത് ഓടിക്കാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹം പറയട്ടെ, ഓടിക്കാൻ അതായത് നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അവർക്ക്. ഇതേ ഇവർ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ സിമുലേറ്ററും കാര്യങ്ങളുണ്ട്. ഒരു 3-4 ദിവസം സിമുലേറ്റർ നമ്മൾ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ബിഗിനർ മോഡൽ ആ ഫിഷ് പ്ലെയിൻ എടുത്തിട്ടൊന്ന് ബിഗിനർ മോഡൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈം പഠിക്കേണ്ടത് ബിഗിനർ ടൈപ്പിലാണ്. ചപ്പാത്തി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രാഗുള്ള വിങ്ങാണ്. സ്ലോവില് പോകുള്ളൂ. പിന്നെ ഡൈഹറിലുണ്ട് എങ്ങനെ ചെരിഞ്ഞാലും ഇത് നേരെ വരും. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് പ്ലെയിൻ വരുന്നത്. എങ്ങനെ ചെരിഞ്ഞാലും ഇത് നേരെ തന്നെ വരും. അപ്പോൾ ആ ടെൻഷനൊന്നുമില്ല. പിന്നെ പതുക്കെ പോണ മോഡലാണ്. അപ്പോൾ ഇതിലാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. അതിപ്പോൾ എത്രത്തോളം എങ്ങനെയൊക്കെ വേണമല്ലോ അതിന് കംപ്ലൈൻറ്റ് പറ്റില്ല. മറ്റേതൊക്കെ തെർമോക്കോളാണ്. ഇത് അത്യാവശ്യം ഓടിച്ച് പഠിച്ചതിന് ശേഷം തെർമോക്കോളിൽ കിടന്നാൽ മതി. കാരണം തെർമോക്കോള് പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ നമുക്ക് വീണ്ടും പണിയെടുക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ അധികം ഇതില്ല. ഇന്ന് ഞങ്ങൾ ഒന്ന് വെച്ചിട്ട് ആണെങ്കിൽ തുണ്ട് പശിട്ട് കഴിഞ്ഞാൽ ഇത് ഓടിക്കും. കണ്ട അതിൽ ഇതൊക്കെ കണ്ട ഇനി ഇതൊക്കെ പോയി എടുക്കുന്നത്. പക്ഷേ ഇതൊന്ന് പശിട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇത് കറക്റ്റായി പുറത്താണ്. ഞാൻ അവിടെ കൊണ്ടുവച്ചു വേണ്ട അവിടെ വെച്ചോക്ക്. പിന്നെ നമ്മുടെ ഇനി മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു പ്രാന്തനാണെന്ന് തന്നെ പറയാം. കാരണം ഇതിലേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. സംഭവം നമ്മുടെ ചാനലൊന്നും കയറി രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. സപ്പോർട്ട് ഭയങ്കര കുറവായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾ ഞാൻ കുറേ നാളായിട്ട് മറ്റേ സിമുലേറ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്ലെയിൻ പറത്താൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പ്ലെയിൻ ഇങ്ങനെ പൊന്തി പോവും. പിന്നെ ഇവിടെ പറത്താൻ്റെ അടിയിലേക്ക് വരും. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹമുള്ളവര് ഇതൊന്നും ഞാൻ തരില്ല കേട്ടോ ഭർത്താൻ. അങ്ങനെ അപ്പൊ എന്തായാലും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് പഠിപ്പിച്ച് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം കമന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു ചെറിയൊരു പൈസ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചത്തെ ക്ലാസ്സിന് നമ്മളൊരു ഫീസ് ആയിട്ട് മേടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ നാളെ നമുക്ക് ഷോളുണ്ട്. നാളത്തെ കഴിഞ്ഞ് മറ്റൊന്ന് ഷോളുണ്ട്. ഇന്ന് ഫ്ലൈ ചെയ്യണില്ല. 22-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ആ പ്ലെയിൻ കൊണ്ട് ഫ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈയിങ് വീഡിയോ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അവള് പറഞ്ഞല്ലോ പണ്ടത്തെ ചാനലിനെ പോലെ ആക്കരുത്. നിങ്ങൾ ചതിക്കരുത്. നിങ്ങൾ ഇനി ഞാൻ പറയട്ടെ, എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഫ്ലൈയിങ് ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. ടാറ്റാ ബൈ ബൈ. നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.